കേരളത്തിന് ഒരു ശിലായുഗ സംസ്കാരം അവകാശപ്പെടാനില്ലെന്ന് 1 നൂറ്റാണ്ട് മുൻപ് വാദിച്ച പണ്ഡിതനാണ് റോബർട്ട് ബ്രൂസാഫുട്ട്. അത്തരം നിഗമനങ്ങൾ തിരുത്തി എഴുതിയതിൽ കേരളത്തിലെ ശിലായുഗ സ്മാരകങ്ങൾക്ക് പ്രധാന പങ്കുണ്ട്. 1974 മറയൂരിലെ മുനിയറകളെക്കുറിച്ചും അവിടുത്തെ പ്രാചീന ഗുഹാചിത്രങ്ങളെക്കുറിച്ചും ശാസ്ത്രീയ പഠനം നടക്കുന്നത്. പിൽക്കാലത്ത് സംസ്ഥാന സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റായി വിരമിച്ച ഡോക്ടർ എസ് പത്മനാഭൻ തമ്പിയായിരുന്നു അതിനു പിന്നിൽ. മുനിയറകൾ എന്ന് പറയുന്നത് മുനികൾ തപസ്സു ചെയ്തിരുന്ന സ്ഥലം എന്നതായി പറയുന്നത് ആരോ കേരള ചരിത്രത്തിലേക്ക് ബോധപൂർവം അടക്കം ചെയ്ത ബ്രാഹ്മണിക്കൽ ചിന്താഗതിയാണ്. തിരസ്കരിക്കപ്പെട്ട ആദിമ ദ്രാവിഡ ഗോത്ര സംസ്കാരത്തിന്റെ അടയാളം കൂടിയാണ് മുനിയറകൾ. എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്തെ ഇഞ്ചത്തൊട്ടിയിലെ പുരാതനമായ ഈ സ്മാരകത്തിനും പറയാനുള്ളത് വ്യത്യസ്ത കഥയാണ്. മറയൂരിൽ തന്നെ 2000 മേൽ മുനിയറകളുണ്ട്. ചില മുനിയറകളെ ശവക്കല്ലറകൾ ആയിട്ടാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് ഇഞ്ചത്തൊട്ടിയിലെ മുനിയറ നിൽക്കുന്നത്. അതറിയണമെങ്കിൽ ഇഞ്ചത്തൊട്ടിയിലെ മുനിയറയുടെ വലിപ്പം മനസ്സിലാക്കണം. അതിൻ്റെ പുറമേയുള്ള വലിപ്പത്തിന് തന്നെ ഏകദേശം 200 സ്ക്വയർ ഫീറ്റിന്മേൽ വലിപ്പമുണ്ട്. കടുപ്പമേറിയ പാറകൾ വെട്ടിവെച്ചുകൊണ്ട് തന്നെ മുനിയറയ്ക്ക് സംരക്ഷണം കൊടുത്തിരിക്കുന്ന ചതുരാകൃതിയിലുള്ള ഭിത്തിയും മുനിയറയ്ക്ക് ചുറ്റും കാണാം. ഈ മുനിയറയ്ക്ക് ചുറ്റും ശക്തമായി നിലത്ത് ചവിട്ടിക്കൊണ്ട് സഞ്ചരിച്ചാൽ മുനിയറ നിൽക്കുന്നതിന് താഴെ പൊള്ളയാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് താഴെ മറ്റൊരു അറയുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. അങ്ങനെ വരുമ്പോൾ താഴെയും മുകളിലും ഏകദേശം 350ഓളം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വലിയ മുനിയറയാണ് ഇഞ്ചത്തൊട്ടിയിലുള്ളത്. ശിലായുഗ ചരിത്രത്തിന്റെ ഭാഗം കൂടിയായ മുനിയറകൾ സംരക്ഷിക്കേണ്ടത് ആധുനിക സംസ്കാരമുള്ള ജനതയുടെ സംസ്കാര മൂല്യത്തെയും പാരമ്പര്യ സ്വത്വത്തെയുമാണ് കാണിക്കുന്നത്. അതുകൊണ്ടവ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം.